ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പേ ഞാൻ എൻ്റെ കുഞ്ഞ് ഗാർഡൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് ഗാർഡൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു 2.5 മാസം അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പന്നീർ കൊമ്പ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ചെറിയ പീസ് കൊണ്ടുവന്ന് നട്ടായിരുന്നു. നട്ടിട്ട് ഇപ്പോൾ അതുമ്മൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തളിർത്ത് പൂക്കൾ ഉണ്ടാവാൻ ഞാൻ എന്ത് വള കൊടുത്തതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ്, മനസ്സിനൊരു സുഖമാണ് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടായി. ഞാൻ മുട്ടത്തോടാണ് ഇതിന് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ ചായപ്പിണ്ടി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാണകവളമൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റൊക്കെ തന്നെയാണ് ഇതിൻ്റെ വളങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 സവാള, 1 കപ്പ് മൈദ, 1 കപ്പ് കടലമാവ്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം നമ്മളൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്, സവാളയും പച്ചമുളകും അതൊക്കെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദാമാവും കടലമാവും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. പിന്നെ നമുക്ക് മല്ലിച്ചപ്പോ അല്ലെങ്കിൽ കറിവേപ്പിലയോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കലക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ മുട്ട നമ്മൾ ഇതിലേക്ക് കോട്ട് ചെയ്യുന്ന സമയത്ത് മുട്ടേൻ്റെ മുകളിൽ മാവ് ഇങ്ങനെ തങ്ങി നിൽക്കണം. ഒരു മുട്ട 4 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാവിലേക്ക് ഇതുപോലെ മുട്ട ഇട്ടതിന് ശേഷം മുട്ടേൻ്റെ മുകളിലേക്ക് മാവ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് സ്പൂണിൽ കോരിയിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം നല്ല ചൂടായ എണ്ണയിലോട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. പിന്നെ എന്താ വെച്ചാൽ മാവ് കൂടുതൽ ലൂസായി പോയി കഴിഞ്ഞാൽ മുട്ടേൻ്റെ മുകളിൽ നിന്ന് അത് പെട്ടെന്ന് അങ്ങ് ഊർന്ന് പോകും. അപ്പോൾ എന്താ വെച്ചാൽ എണ്ണയിൽ നിന്ന് ആ മുട്ട എണ്ണയിലേക്ക് തട്ടിയിട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് പൊള്ളലേൽക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് കറക്റ്റായിരിക്കണം, മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി പെട്ടെന്ന് കഴിയും കേട്ടോ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ ബാച്ചായിട്ട് ഒരു 4 വെച്ചൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. തിരിച്ചിടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വേർപെടുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റിലത്തെ ഭാഗം ഒന്ന് വെന്തതിന് ശേഷം തിരിച്ചിങ്ങനെ ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. അപ്പോൾ വിട്ട് വന്നോളും. അപ്പോൾ ഈ സ്നാക്ക് ഇനിയിപ്പോൾ റമദാനൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.